ക്ഷമിക്കണം, കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം. സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന അമ്മപെങ്ങന്മാരെ, എന്റെ ആരാധകരെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. രാത്രികൾ പകലുകളാക്കി, പകലുകൾ ഗാത്രികളാക്കി, ഏകാന്തതയുടെ നിശബ്ദതയിൽ നിന്നും പെറുക്കിയെടുത്ത ഈ ഗാനത്തിന് പണ്ടെങ്ങോ കേട്ടു മറന്ന ഏതെങ്കിലും ഒരു പാട്ടുമായി സാമ്യം തോന്നിയാൽ അത് കേവലം യാദൃശ്ചികം മാത്രമാണ്. ഞാൻ തുടങ്ങട്ടെ. അങ്ങനെ ഘോര വനാന്തർഭാഗത്തേക്ക് പോകാൻ നിൽക്കുന്ന ശ്രീരാമനെ നോക്കി സീത ഇങ്ങനെ മൊഴിഞ്ഞു. രാമ ശ്രീരാമ വഴിയെല്ലാം ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ, ഈ സീത വരും കൂടെ. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒക്കെ ഭംഗിയാവും. പുതിയ കഥ കർണൻ റിഹേഴ്സൽ തുടങ്ങിയിട്ടില്ല. അവിടെ ഭഗവതി പുരയിൽ സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ വന്നോളൂ. അമ്മാവയ്ക്ക് സന്തോഷം ഉണ്ടാവും. ഇത് നല്ല കാര്യമായി. ജയദേവൻ തറവാട്ടിൽ അന്യന. അപ്പൊ പറഞ്ഞ പോലെ ആ കാണുന്നതിനും അപ്പുറമാണ് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമം. ഇതിലേ വരുമ്പോഴൊക്കെ ശരിക്കും ബാല്യത്തിലേക്ക് തിരിച്ചെത്തിയ പോലെ. അതേ പുഴയും ആ കാറ്റും. ഒരു പാലം പോലും ഇല്ല ഇന്നും. ഒരു കലാകാരനെ മാടി മാടി വിളിക്കുന്ന മനോഹരമായ ഭൂപ്രദേശം. പുഴകൾ, മലകൾ, പൂവനങ്ങൾ, ഭൂമിക്ക് കിട്ടിയ സ്ത്രീധനങ്ങൾ. നമ്മുടെ വാൻകാരന് ശരിക്കും വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. 10-32 കിലോമീറ്റർ ചുറ്റിക്കറങ്ങി വരേണ്ടത്. തങ്കപ്പാ, മേക്കമാൻ സമയത്ത് എത്തുവോ? ഞാൻ ജയദേവൻ സാറിനോട് വീണ്ടും വീണ്ടും കേണപേക്ഷിക്കുകയാണ്, വീണ്ടും വീണ്ടും എന്നെ തങ്കപ്പനാക്കരുതെന്ന്. ഞാൻ ആ നാമധേയം എന്നേ മറന്നു കഴിഞ്ഞു. ഇപ്പൊ ഞാൻ മനോജ് കുമാറാണ്, സിനി ഫെയിം, ഫിലിം സ്റ്റാർ. എന്തോന്ന് സിനി ഫെയിം? ഏത് സിനിമയിൽ അഭിനയിച്ചാ താൻ ഇത്രയും വലിയ ഫെയിം ഒക്കെ ഉണ്ടാക്കിയത്? എന്റെ തിരുപ്പാണ്ടിക്കാട് തിരുടറുകൾ എന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു തെണ്ടിയും എന്നോട് ഈ ചോദ്യം ചോദിക്കില്ല. ഞാനായിരുന്നു ഈ സെക്കൻഡ് ഹീറോ. എന്റെ അഭിനയം കണ്ട് ഹീറോ ഞെട്ടി. അല്ല, ഞാൻ അഭിനയിച്ച 16 റീല് വെട്ടി ആറ്റി തട്ടി ആ ദുഷ്ടരായ ഡയറക്ടർ. പക്ഷേ ഞാനത് ഈ പഴത്തൊലി ചവിട്ടി കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരു സീൻ ഒഴിച്ച് അത് മതിയല്ലോ ഭാവനാ സമ്പന്നനായ ഈ കലാകാരനെ. വരിക. ഇന്നലെ എത്തുന്നൊരു തോന്നലുണ്ടായിരുന്നു. കാത്തിരിക്കായിരുന്നു. വരുന്നു. അതിനു മുമ്പ് ഒരു കുളി കഴിഞ്ഞ് ഭഗവതിയെ തൊഴുതിട്ട് വന്നേക്കാം. ഞാനപ്പോ ഇവരുടെ സാധനങ്ങളൊക്കെ വെക്കാൻ ഏർപ്പാടുണ്ടാക്കാം. ആയിക്കോട്ടെ. വിശ്വേട്ടനും പോകണം. വടക്കുംപുറത്തെ കാരണവരാണല്ലേ? കാര്യസ്ഥന. അയ്യോ, കാര്യസ്ഥൻ ഇത്രയായപ്പം കാരണവർ എന്തോ ആയിരിക്കും. ഹാർമോണിയപ്പെട്ടി എടുത്തപ്പോ ഞാൻ വിചാരിച്ച് കാരണവരാണെന്ന്. അയ്യോ കഷ്ടം. കാര്യസ്ഥനായാലും കുഴപ്പമില്ല. കേരളത്തിലെയും കോടമ്പക്കത്തിലെയും വലിയ വലിയ കാര്യസ്ഥന്മാർ എന്റെ പെട്ടി എടുത്തിട്ടുണ്ട്, ഞാൻ പെട്ടി കൊടുത്തിട്ടുമുണ്ട്. കേരളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാര്യസ്ഥൻ ഞാനാ. 139 കിലോ 450 ഗ്രാം. ആണോ? അത്രയും മാംസം ശരീരത്തിലുണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. എന്നെ താഴെ ഇറക്കി വിശ്വസിച്ചിരിക്കുന്നു. കല്യാണി അമ്മയുടെ കുട്ടി, കല്യാണം കഴിക്കാത്ത കുട്ടി അമ്മണിക്കുട്ടി, കൂടെ ഒരാട്ടിൻകുട്ടി. പെട്ടി വായിക്കാൻ വന്ന ചേട്ടൻ പെട്ടിച്ചേട്ടൻ തങ്കപ്പനല്ല തങ്കമേ. കൃഷ്ണവേഷം കെട്ടാമെന്ന ചേട്ടൻ കൃഷ്ണേട്ടൻ മനോജ് കുമാർ DPTXQ. അതെന്താ? ഡിഗ്രി. സുന്ദരേ, ആടുകൾ, വാഴകൾ, കുലകൾ, വേലികൾ, ഹരിത വനങ്ങൾ, രാത്രിയുടെ രോമാഞ്ചങ്ങൾ. അയ്യോ, അത് ചൊറുതനവാ. നമുക്ക് ചൊറുതനം.
കഴിഞ്ഞ തവണ തന്റെ വിടുവായിക്ക് സമ്മതം മൂളിയതിന്റെ ഒറ്റ കാരണം കൊണ്ടാ അവറ്റകൾ ഇപ്പോഴും പറഞ്ഞ് നാറ്റിക്കണേ. ആ ചിങ്കാരപ്പെട്ടി വേലന്റെ ഒരു കൂട്ടം കുതിരയെടുപ്പും ഗോപ്പും ഹൈ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അതിപ്പോ ഏത് മിടുക്കനും ഒരു അബദ്ധം പറ്റൂലോ. പക്ഷെ ഞാൻ ഇപ്പൊ പറഞ്ഞത് അങ്ങോട്ട് വിശ്വാസമായില്ല എന്ന് വെച്ചാ അതിന്റെ നഷ്ടം താൻ തരൂ. അയ്യട മോനെ കാശ അവിടത്തേക്ക് അത് പിന്നീട് ബോധ്യപ്പെടും. പാലക്കാട് മൈതാനത്തിൽ വെച്ച് നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടതാ. കുമാരി കനകപ്രഭ ആൻഡ് പാർട്ടിയുടെ നൃത്യങ്ങൾ എന്ന് പറഞ്ഞപ്പോ തന്നെ ആളുകളുടെ ഒരു ബഹളേ. ഇവിടത്തെ അത്രയും പ്രായമുള്ള ചേട്ടന്മാര് വരെ കിടന്ന് തുള്ളുമായിരുന്നില്ലേ, ജനം കിടന്ന് അങ്ങടെ എരമ്പായിരുന്നില്ലേ. എന്തായാലും ഇപ്രാവശ്യം വടക്കും പ്രത്യേകം തറ പറ്റിക്കണം. അപ്പൊ അത് തന്നെയുള്ളൂ തന്നോട് ഈ നേരം വരെ പറഞ്ഞത്. ആ പെണ്ണുണ്ട് ഇവിടെ പരിപാടി തല്ലിപ്പൊളിയാക്കോടോ. എനിക്കിത് ഇങ്ങനത്തെ ഓരോന്ന് കേൾക്കുമ്പോ പറഞ്ഞവർ എന്നാ ഇനി സമയം കളയണ്ട, ഏർപ്പാടായിക്കോളൂ. എന്നാ പോവാ. താൻ എന്നോട് ഈ ഇരുമ്പുമ്മ കോഴിക്കുഞ്ഞിനെ വെച്ചോലിരിക്കണേ. എനിക്ക് വരാൻ. முகம் சிவந்தவளே, நான் ஏற்றுக்கொள்வேன் கரம் தொட்டு என் கண்ணே. என்னருமை காதலியே. എങ്ങാണ്ടൊക്കെ തെണ്ടിത്തിരിഞ്ഞു നടന്ന ഒരു കൂട്ടുകാരെയും കൂട്ടരെയും ഉത്സവം ജയിക്കാൻ ഭഗവതിയുടെ മുമ്പിൽ കൊണ്ട് ഇറക്കുക. അവര് തെക്ക് വടക്ക് നടന്ന് നാടടച്ച് പുലപ്പം പറയാ. എന്തൊക്കെ അവർ അമ്പലം വഴി നിന്ന് കാട്ടിക്കൂട്ടിയെന്നറിയോ തിരുമേനിക്ക്? ശുദ്ധിയും വൃത്തിയില്ലാത്ത വർഗ. ആ ആട്ടക്കാരി പെണ്ണിനെ പറ്റി ആളുകൾ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കണു. തിരുമേനി ഇതിൽ ഇടപെടില്ലാച്ചാൽ കയ്യും കെട്ടി നോക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അടങ്ങുക. എന്ത് പ്രശ്നത്തിനും ഒരു പരിഹാരമൊക്കെ ഇല്ലേ? നിങ്ങളുടെ ഭാഗം പറയണു, തെക്കുംപുറക്കാർക്ക് അവരുടെ ഭാഗം പറയണ്ടാവും. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു ചെറിയ കശപിശ ഉണ്ടായി എന്നുള്ളത് നേരെ തന്നെ. അതിനൊരു കൂട്ടരെ മാത്രം പറയേണ്ട കാര്യമുണ്ടോ? പുഴ നീന്തി വന്ന ഭഗവതിയുടെ നടയാണ് ജന്മാന്തരങ്ങളുടെ പുണ്യസ്ഥലം. ശുദ്ധം വൃത്തി തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമായിട്ട് വരും. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ കാര്യങ്ങളിലൊന്നും ഒറ്റ നോട്ടക്കുറവുണ്ടാവും. വരൂ. കലാകാരന് വന്ന അന്ന് മുതൽ തിരക്കൊഴിഞ്ഞിട്ട് നേരമില്ല അല്ലേ? റിഹേഴ്സലിന് പുറമെ നാട്ടുകാര്യങ്ങള്, മറ്റു കാര്യങ്ങള്. അതെ. അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഉത്സവം ഗ്രൂപ്പ് തിരിഞ്ഞാണെങ്കിലും സ്റ്റേജ് പൊതുവായിട്ടുള്ളതാണല്ലോ. അതെവിടെയാ എങ്ങനെയാന്നൊക്കെ നിശ്ചയിക്കണേ. ഇത്തവണ സ്റ്റേജ് മണിയനാലിന്റെ ചോട്ടിൽ മതിയെന്ന് ഞാൻ പറയുമായിരുന്നു. വിരോധം ഇല്ലല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അങ്ങോട്ട് തീരുമാനിക്കുക. അതിലിപ്പോ ചോദിക്കാനും പറയാനും എന്താ ഉള്ളത്? ചെല്ലുക, ഭംഗിയാക്കുക. അറിവുണ്ട്, ആൾബലുണ്ട്, ശോഭിക്കും അല്ലേ? അത് സംശയമില്ല. ദോഷം പറയരുതല്ലോ. പാട്ടുകാരി പെണ്ണേ, നീ ഒരു പന്തലിലേറി എന്റെ വീട്ടുകാരിയായി വരുവാൻ വാക്ക് തരാമോ? കണ്ണുനീരു മാറ്റണം, വെണ്ണിലാവു കാട്ടണം, എന്നും എന്റെ പൊൻകിനാക്കൾ പങ്കുവെക്കണം. അമ്മണിക്കുട്ടി, നീ ഇവിടെ ചായയടിച്ച് ചെറ്റപ്പുരയിൽ അട്ടയെപ്പോലെ ചുരുണ്ടുകൂടേണ്ടവളല്ല. കോട്ടകൊത്തളത്തിലെ ചന്ദനക്കട്ടലിൽ മലർന്നു കിടന്നു മയങ്ങേണ്ട മനോജ് കുമാറിന്റെ മാനസ റാണിയാണ്. ഓക്കെ? എന്താ നിന്റെ മുഖത്തൊരു മ്ലാനി? അല്ല, ഗ്ലാനി? വേണ്ട, പെട്ടിച്ചേട്ടൻ വിടുവാനാണ്, കാര്യമൊന്നും നടപ്പില്ല. പെട്ടിവാന പോലും അറിയില്ലെന്നാ തെക്കുംപുറത്തുകാര് പറയണേ. ഈ തെക്കുംപുറത്തുകാരെ തറ പറ്റിക്കാൻ വേണ്ടിയാണ് കർണന്റെ കഥയിലെ ശ്രീഷ്ഠനായി ഞാൻ അവതരിച്ചിരിക്കുന്നത്. ജയദേവൻ എന്റെ കാല് പിടിച്ചു, കരഞ്ഞു, പറഞ്ഞു, എന്റെ മനസ്സലിഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പറന്നു വന്നു, കണ്ടു, കീഴടക്കി. വരൂ, ഇരിക്കൂ, ഇരുന്ന് വല്ലോ കഴിക്കൂ. DKP കട്ടുറുമ്പാവരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇത്തവണ കനകപ്രഭ കലക്കും, കലങ്ങി തെളിയും. കുറെ കടുവാ കളിക്കാരെയും കവാത്തുകാരെയും ഇവിടെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല കലാകാരന്മാരെ അവഹേളിക്കാൻ. ഇവറ്റകൾ കാട്ടുന്ന കോപ്രായങ്ങൾക്ക് കഞ്ഞിയും പയറും കൊടുത്താൽ മതിയല്ലോ കൂലിയായിട്ട്. കണ്ണന്റെ കവിളിലെ സിന്ധൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ നമ്മൾ കണ്ടല്ലോ രാധേ. കണ്ണന്റെ കവിളിലെ സിന്ദൂരത്തിലകത്തിൻ വർണ്ണരേണുക്കൾ ഞങ്ങൾ കണ്ടല്ലോ. എന്തിയേ
അത്ര സൂപ്പിക്കണ്ട. വേണം. കാട്ടിലെ രജനിതൻ വീട്ടിലെ കനകാംബരങ്ങൾ വാരി നിനക്കെന്താ ചത്ത കഴുതുള്ള പ്രേരം കൂടിയുണ്ടോ? കഴുത പാമ്പുകൾ ഇന്നലെ പല്ല് തേക്കാൻ മറന്നു. ഇന്ന് തീർച്ചയായിട്ടും തേക്കണം. കള്ളം പറഞ്ഞപ്പോ കാലുമുട്ടി. ഇളവിയണ്ണ. ഇല്ല ഇല്ല. അവനെത്തി. ഇടത്ത് വലത്ത് ചവിട്ടി നെഞ്ഞിന്റെ അവര് കുളിക്കാൻ പോവാ. അതിനെന്താ കുളിച്ചോട്ടെ, നമ്മളെന്തിനു പോണം? അതെന്തൊരു വർത്താനോട്. നമ്മുടെ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒന്നിച്ചു കുളിക്കുന്നുണ്ടോ? അവർ കുളിച്ചിട്ട് പൊക്കോട്ടെ. ചീപ്പായിട്ട് സംസാരിക്കാതിരിക്കൂ. ഇത്രയും ചീപ്പ് ആണുങ്ങളോടൊപ്പം കുളിക്കുന്നതിലും നല്ലതല്ലേ ഹീറോയിൻ ഹീറോയോടൊപ്പം കുളിക്കുന്നത്? ഈ ചീപ്പിനെ കൊണ്ട് അപ്പുറത്തെങ്ങാനും പോയി കുളിക്കും. പോ. പ്രഭേ, സൺബാത്തി താല്പര്യമുണ്ടോ? ഓ, ഇംഗ്ലീഷ് അറിയില്ലല്ലേ? ഐ സ്പീക്ക് യു ഐ ഹീറോ ഓഫ് ദി സൺബാത്ത്. പ്രഭേ, സുഖം തന്നെയല്ലേ? കട്ടവണ്ടി എന്റെ ജാതകത്തിൽ ഉണ്ടോ അവിടുത്തെ കൊല്ലണമെന്ന്. മയത്തിലിട്ടേ എനിക്ക് ആരത് ജലകന്യെ? നീ കുട്ടിയെപ്പറ്റി ഇതിനകം തന്നെ കേട്ടിരിക്കണം. എന്താ ഇതൊക്കെ? കേട്ടിരിക്കണമെങ്കിലേ ഇനിയും കേൾക്കാനിരിക്കണേ ഉള്ളൂ. ഞാനൊരു ഉയർന്നു വരുന്ന കലാകാരിയില്ലേ? കലയെ കുറിച്ചല്ല കേട്ടത്. പിന്നെ എന്തിനെ കുറിച്ചാണാവോ? അതിപ്പോ എങ്ങനെയാ കുട്ടിയോട് തുറന്നങ്ങോട്ട് പറയാ? തുറന്നങ്ങോട്ട് പറഞ്ഞോളൂ, മടിക്കണ്ട. കുട്ടി സൂക്ഷിച്ച് സംസാരിക്കുക. ചന്തയല്ലത്. തടിയുണ്ടെന്ന് വെച്ചാൽ തടി കാണിച്ചു വരട്ടല്ലേ തടിയാ? പ്രായമായ പെൺകുട്ടിയെ വിളിച്ചു വരുത്തുക, 3-4 തടിയന്മാര് ചുറ്റും നിന്ന് അങ്ങോട്ട് ചോദ്യം ചെയ്യാ. എന്താ വരട്ടെ? നിങ്ങളുടെ അമ്പലത്തിലെ പ്രോഗ്രാമിന് വന്നെന്ന് വിചാരിച്ച് വായത്തോന്ന് എന്തും പൊളിപ്പാന്ന് വിചാരിക്കണ്ട. അധികം മോന്തേന്റെ സാമർത്ഥ്യം വേണ്ട. ഇയാളാണല്ലേ സ്ഥിരം കള്ളു ഷാപ്പിൽ പോകുന്ന വ്യക്തി. പക്ഷെ കള്ളുഷാപ്പ് ഞങ്ങൾ കൊണ്ടുവന്നല്ലോ. നിങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിട്ട് നിങ്ങൾ തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതല്ലേ? നീ സംസാരിക്കുന്നത് എന്താണ്, എങ്ങനെയാണ്, ആരോടാണ്? വല്ല പിടിപാടുണ്ടോ നിനക്ക്? ഇല്ല, എല്ലാ കാര്യം തുറന്നു പറയാൻ ഇനി ആരായാലും എന്താ? ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത്. ഇന്നും മനസ്സിലാവില്ല. ഒരു പെണ്ണിനെ കുറിച്ച് കേൾക്കാൻ പാടില്ലാത്തത് പലതും കുട്ടിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്. എന്ന് വെച്ചാ അർദ്ധരാത്രി അന്യരുടെ വരവും പോക്കും അതന്നെ. അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലേ പിറ്റേന്ന് രാവിലെ തിരിച്ചറിയ ഒരു പ്രയാസം ഉണ്ടാവില്ല. മോന്തേമേലും മുറ്റടിക്കുന്ന ചൂലിന്റെ പാടുണ്ടാവും, അത്ര തന്നെ. മേലയിടത്ത് ഗ്രാമം ഭഗവതിയുടേതാണ്. അമ്മയുടെ ഇച്ഛയ്ക്കെതിരായിട്ട് ഇവിടെ ഒന്നും നടന്നിട്ടില്ല.
വന്നു പോകുന്നവരും അത് പാലിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ശുദ്ധവും അല്ല, വൃത്തിയൊക്കെ തിരുമേനി, ആയിട്ട്. ഈ തിരുമേനി എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തിരുമേനി, നല്ല വൃത്തിയും ശുദ്ധിയൊക്കെയുള്ള ശരീരം എന്നല്ലേ? അങ്ങനെയാച്ചാ ഞാനും ഒരു തിരുമേനി തന്നെയാ. നീട്ടുള്ള നാവാകുമ്പോ എന്തും അങ്ങോട്ട് വിളിച്ചു പോവാലോ. നട്ടുവൻ ശിഷ്യയുടെ നാവിനും പരിശീലനം കൊടുക്കണ്ടാവും ഇല്ലേ? ഉണ്ടല്ലോ, കലാകാരന്റെയും കലാകാരിയുടെയും മാറാപ്പിനകത്ത് കല മാത്രമേ പാടുള്ളൂ എന്നുണ്ടോ വടക്കും പറഞ്ഞാല്? അങ്ങനെയാച്ച അവര് ഞങ്ങൾ വെറുതെ വിടുവോ? നിങ്ങളെല്ലാരും കൂടി ഞങ്ങളെടുത്തിട്ട് പൊതിക്കൂലേ? ആ, ഈ ശുദ്ധവും വൃത്തിയും കലയൊക്കെ നിങ്ങളുടെയൊക്കെ തറവാടിന്റെ പത്തായപ്പുരക്കകത്ത് മാത്രമേ പാടുള്ളൂ എന്നൊരു വിചാരം ഉണ്ടെങ്കിൽ അതങ്ങോട്ട് കണ്ണുടച്ച് സമ്മതിച്ചു തരാൻ പറ്റില്ല. കഥാപ്രസംഗ സാറും ഹാർമോണി സാറും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണേ. മാമ, എനിക്ക് വിശക്കണു, നമുക്ക് വീട്ടിൽ പോവാം. നമുക്ക് പോവാം പോയിട്ട് മോളെ. വരാട്ടോ. ഞങ്ങൾ പോയിട്ട് വരട്ടെ. വടക്കും പുറമേ വടക്കുമുറമേനല്ല ഉടക്കുമുറമേനല്ല. പടി നോക്കുമോളെ. ഒഴുമ്പിട്ട് ഇറങ്ങിയിരിക്കന്നെയാ എന്ന് പറയാമോ എന്തോ. കലാകാരന്മാരുടെ ഒരു ഗ്രൂപ്പ് ആവുമ്പോ പലതരക്കാര് കാണും. ചില തമാശകൾ, വികൃതികൾ, അതൊക്കെ പെരുപ്പിച്ച് കാണാതിരിക്കുന്നതാണ്. കലാകാരിയെ വിളിപ്പിച്ചതും ശാസിച്ചതും കലാകാരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു.